ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസിൽ സീസൺ 7, അതായത് ബിഗ് ബോസ് സീസൺ 7 75ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ് ബിഗ് ബോസ്. ഇനി ഈ ബിഗ് ബോസ് കഴിയാൻ ഇനിയൊരു കഷ്ടിച്ച് 25 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ ഒന്നുകൂടി വൈറലായിട്ടുള്ള ഒരു ബിഗ് ബോസ് ആയിരുന്നു ഇത്തവണ സീസൺ 7. അതായത് തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ റീച്ചായി കൊണ്ടുപോയിരിക്കുന്ന ഒരു സീസണായിരുന്നു ഈ സീസൺ 7 എന്ന് പറയുന്നത് ബിഗ് ബോസിൽ. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വിഷനിൽ നമുക്ക് ടോപ്പ് 5 വന്ന് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നോക്കാം. അതായത് ടോപ്പ് 5 മുതൽ വിന്നറാവുന്ന ആളുകൾ ആരൊക്കെയാണ് നോക്കാം. തീർത്തും വ്യക്തിപരമായിട്ട് എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ്. അതായത് ബിഗ് ബോസ് ഇതുവരെ വന്നിട്ടുള്ള ഒരു ഒരു അനലൈസിങ് മാത്രമാണ്. നമുക്കിതിന് ടോപ്പ് 5 വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് നോക്കുന്നത്. ഇത് തീർത്തും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അതിൽ ടോപ്പ് 5 ഞാൻ പറയണത് ഫസ്റ്റ് അക്ബർ, പിന്നെ ആര്യൻ, പിന്നെ ഷാനവാസ്, അനുമോൾ, നമ്മുടെ സ്വന്തം അനീഷ്. അതായത് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അക്ബർ എൻ്റെ റീസൺ ടോപ്പ് 5 വരാനുള്ള ഫസ്റ്റ് പേര് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, അക്ബറും ഷാനവാസും തമ്മിൽ കമ്പയർ നോക്കുമ്പോൾ അക്ബർ ഷാനവാസിനേക്കാളും പെർഫോമൻസിൽ മൈൻഡ് ഗെയിമിങ്ങിലും പെർഫോമൻസിൽ ഒരു പടി താഴെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ നല്ല പാട്ടുകാരനാണ്, ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ലാലേട്ടൻ വരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം സ്പോട്ടിൽ അവിടെയുള്ള ബിഗ് ബോസിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം സ്പോട്ടിൽ സോങ്സ് ഉണ്ടാക്കും, സ്പോട്ടിൽ ലിറിക്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പാരഡി ഉണ്ടാക്കും. അപ്പോൾ ആ പാട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാനവാസും അക്ബറും തമ്മിൽ കമ്പയർ നോക്കുന്ന സമയത്ത് ഷാനവാസിനേക്കാൾ ഒരു പടി താഴെയാണ് ചില ഗെയിമിൽ, ചില പെർഫോമൻസിൽ അക്ബറിൻ്റെ സ്ഥാനം. അപ്പോൾ എൻ്റെ മാത്രം വിഷനാണ്. 4ാമത്തെ സ്ഥാനത്തേക്ക് നമ്മുടെ ആര്യൻ. അതായത് ആര്യൻ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു ആര്യൻ ജിസേലിനേക്കാൾ മുൻപ് ഔട്ടാവുന്ന ഒരു വ്യക്തിയാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ എല്ലാവരും ഫാമിലി ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആര്യൻ്റെ അമ്മ വന്നതോടുകൂടി ആര്യൻ്റെ ഇത് നല്ല രീതിയിൽ റീച്ചായി. അതായത് ആര്യന് നല്ല ഒരു സൽപ്പേര് നേടിക്കൊടുത്തു വേണമെങ്കിൽ പറയാം. പിന്നെ ജിസേലും കൂടി പോയതോടുകൂടി ആര്യൻ അവിടെ തീർത്തും ഒറ്റപ്പെട്ട സ്ഥിതിയായി. പിന്നെ വീണ്ടും അനുമോളുടെ അടുത്തൊക്കെ ഒരുവിധം അത്യാവശ്യം കമ്പനിയായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല വോട്ടിങ് കിട്ടുന്നുണ്ട് ആര്യന്. അപ്പോൾ ആര്യനും നല്ല രീതിയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് റീച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അക്ബർ കഴിഞ്ഞാൽ അക്ബർ കഴിഞ്ഞാൽ തൊട്ട് മുൻപ് ഞാൻ പറയണത് ആര്യനാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പറയണത് ഷാനവാസ്. ഷാനവാസ് ടോപ്പ് 2. അതായത് ഞാൻ എപ്പോഴും ഫസ്റ്റ് അനീഷ്, ഷാനവാസ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഷാനവാസിൻ്റെ ഈയിടെയായിട്ടുള്ള പെർഫോമൻസ് വെറും കോമാളി മാത്രമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അന്ന് മുൻപ് പറഞ്ഞ പോലെ ഷാനവാസിന് ഇപ്പോൾ ഡീഗ്രേഡിങ് തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു ടാസ്ക്, അതായത് സീക്രട്ട് ടാസ്ക് എന്ന് അദ്ദേഹം കുളമാക്കിയോ അന്ന് മുതൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഡിഗ്രേഡ് നടക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഭയങ്കര രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. അത് മാസ് കാണിക്കുന്ന രീതിയിലാണ് ലാലേട്ടനോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും അവിടെ ഒരു ഫേസ് എക്സ്പ്രഷനൊക്കെ ഒരു മാസ് എന്നുള്ള രീതിയിൽ. അതായത് രുദ്രൻ്റെ കഥാപാത്രത്തിൽ നിന്ന് നമ്മുടെ ഷാനവാസ് ഇനിയും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ ഷാനവാസിൻ്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഷാനവാസ് കൂടുതലായിട്ട് ഒരു ബ്രദറിൻ്റെ ഒരു റോള് കാണിച്ച് കൂടുതൽ നിന്ന് നമ്മുടെ അനുമോളുടെ അടുത്തും ഈ ആദിൽ നൂറാവിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ ഒരു ആങ്ങള പെങ്ങൾ അല്ലെങ്കിൽ പെങ്ങളൂട്ടി പാസം കാണിച്ച് നിന്നു നല്ല രീതിയിൽ. അപ്പം ആ ഒരു പ്രശ്നത്തിലും ഷാനവാസിന് ഡിഗ്രേഡിങ് വന്നു. പിന്നെ ആദിലെ കൂട്ടുപിടിച്ച് അനീഷിനെ ചതിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതുപോലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിലും അനീഷിനെതിരെയാണ് ഷാനവാസ് സംസാരിച്ചത്. അതൊക്കെ കൊണ്ട് തന്നെ അനീഷിൻ്റെ സപ്പോർട്ടും കൂടി അനീഷിനെ സ്നേഹിക്കുന്ന ഫാൻ ബേസുള്ള ഒരു വോട്ടിംഗ് കൂടി ഷാനവാസിന് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ടോപ്പ് 3ലേക്ക് ഷാനവാസ് മാറി. പിന്നെ ഞാൻ 2ലേക്ക് സജസ്റ്റ് ചെയ്യണത് അത് അനുമോള്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പോകുന്ന വിചാരിച്ചത്, അതായത് ജിസേലിനേക്കാളും ഒക്കെ മുൻപ് പോകുന്ന വിചാരിച്ചത്. കാരണം തുടക്കത്തിൽ ബിഗ് ബോസ് തുടക്കമായി കണ്ടവർക്ക് അറിയാം, അനുമോള് ഫുള്ളും കരച്ചിലായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒന്നുപോലെ രണ്ടാമത്തേനെ കരയുന്നൊരു മത്സരാർത്ഥി അനുമോൾ. മാത്രമല്ല ഭയങ്കര രീതിയിൽ ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടിയിട്ടുള്ളൊരു കാട്ടിക്കൂടലൊക്കെ ആയിരുന്നു വന്ന സമയത്ത്. പക്ഷെ പിന്നെ 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 നല്ല രീതിയിലുള്ളൊരു ഗെയിമിംഗ് ആയി പുള്ളി മാറി. മൈൻഡ് ഗെയിമിംഗ് ആയാലും എല്ലാത്തിനും ആൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. അപ്പോൾ പക്ഷെ അവർക്ക് ഡിഗ്രേഡ് നടക്കുന്നതിനെ കൂടി ബിഗ് ബോസിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ അനുമോളിന് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് തുടക്കം മുതൽ ഇപ്പോഴും പറഞ്ഞ പേരാണ് അനീഷ് വിൻ ചെയ്യുന്നുള്ള പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വരെ അനീഷ്, അതായത് അവിടെ മറ്റുള്ളവർ ഫേക്ക് ഗെയിം ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ അനീഷിൻ്റെ PR അല്ലെങ്കിൽ എനിക്ക് ചാനൽ സബ്സ്ക്രൈബേഴ്സ് നോക്കി അറിയാൻ പറ്റും, വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ അനീഷിന് PR എന്നല്ല ഞാൻ. പക്ഷേ ഈ ബിഗ് ബോസ് തുടക്കം മുതൽ കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, അനീഷ് മറ്റേ ഷാനവാസിനെ പോലെയോ അല്ലെങ്കിൽ അക്ബറിനെ പോലെയോ ഒരു കാല് മാറുന്ന ടൈപ്പ് അല്ല അനീഷ്. അതായത്
അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്താണോ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും. മാത്രമല്ല അദ്ദേഹം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയാലും ഒരുപാട് ബാഡ് വേർഡ്സും ഇപ്പോൾ ഷാനവാസിനും അക്ബറിനും പോലുള്ള ഒരു ബാഡ് വേർഡ്സും അദ്ദേഹം യൂസ് ചെയ്യാറില്ല. അതുപോലെ അദ്ദേഹത്തെ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ മസ്താനി മുമ്പ് പോയിട്ടുള്ള മസ്താനി ആയാലും ആദിൽ നൂറി ആയാലും ഈ പറഞ്ഞ ഷാനവാസ് ആയാലും അനുമോളായാലും അവരെ അനീഷിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും ഇതൊരു ഗെയിമാണ്, ഒരു മൈൻഡ് ഗെയിമാണെന്ന രീതിയിൽ അദ്ദേഹം വളരെ പക്വതയോടെ കാമായി കൂളയോടെ അദ്ദേഹം നിൽക്കാറുണ്ട് അനീഷ്. അതുകൊണ്ട് തന്നെയാണ് അനീഷിന്റെ പേര് എപ്പോഴും എടുത്തു പറയാറുള്ളത്. മാത്രമല്ല ഈ ലാലേട്ടൻ വരെ അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ വരുന്ന പല എപ്പിസോഡിലും അനീഷിൻ്റെ അടുത്ത് സോഫ്റ്റ് കോണിൽ സംസാരിക്കാറുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം നോളേജ് തന്നെ വേറൊരു ലെവലാണ്. അത് നമുക്ക് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമുക്ക് മുൻപത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായിരുന്നു അത് ഇവരുടെക്കാൾ എത്രത്തോളം നോളജിനോ കാര്യം. പക്ഷെ ഇവിടെ വേണം നോളജ് അല്ല, മൈൻഡ് ഗെയിമിംഗ് ആണ്. പക്ഷെ മൈൻഡ് ഗെയിമിംഗ് ആയി തന്നെ, പക്ഷെ ഫിസിക്കലി ചിലപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഷാനവാസിനേക്കാളൊക്കെ ഡൗൺ ആയിരിക്കും അനീഷ്. പക്ഷെ മൈൻഡ് ഗെയിമിങ്, അതായത് അവിടെ ബിഗ് ബോസിന് എന്താണോ വേണ്ടത്, ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് അനീഷ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഇടയ്ക്ക് ഈ പോലെ വിക്ടിം കാർഡ് പോലെ അദ്ദേഹം ഞാൻ കോമണറാണ്, ഞാൻ സാധാരണക്കാരെന്ന രീതിയിൽ കാർഡൊക്കെ ഇറക്കി കളിക്കാൻ നോക്കി, അതുപോലെ PR കുറിച്ച് അറിയില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ചില മണ്ടത്തങ്ങൾ മാറ്റി നിർത്തിയാൽ അവിടെ ഈ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ മത്സരാർത്ഥികളെക്കാൾ ഒരു പടി മുമ്പിലും വിൻ ചെയ്യാൻ യോഗ്യതയുള്ള 100% യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ്. മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് പോയിട്ടുള്ള പല ആളുകളും ഇപ്പോഴും അവർ ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് പറയാറുള്ളത് അനീഷ് ഏട്ടനാണ് വിന്നർ, അല്ലെങ്കിൽ അനീഷ് ഏട്ടനാണ് വിന്നർ ആവാനുള്ള യോഗ്യത എന്നാണ് പറയാറുള്ളത്.